നമുക്കിപ്പോൾ ഈ വാർത്തകൾ ടെലിവിഷനിലല്ലാതെ മൊബൈലിലും കാണാൻ പറ്റുമല്ലോ. ജനം TV ന്യൂസ് ലൈവ് എന്ന് മൊബൈൽ യൂട്യൂബിൽ അടിച്ചാൽ നമ്മുടെ ന്യൂസ് കാണാൻ പറ്റും. ഇപ്പോൾ ടിവിയുടെ മുമ്പിൽ നിന്ന് എണീറ്റ് പോയാലും ലൈവ് സ്ട്രീമിംഗ് അത് കാണാൻ പറ്റും. അങ്ങനെ നിരവധി പ്രേക്ഷകർ കാണുന്നുണ്ട്. അവരാണ് ഇത്തരം കമന്റുകൾ. ഈ വാഹനം ഓടിക്കുന്നതിനിടെ വീട്ടമ്മമാരാണെങ്കിൽ ഓടിക്കുന്നതിനിടെ പറ്റൂല, അല്ല മീൻസ് കേൾക്കുന്നുണ്ട്. അതെ. പിന്നെ ഈ അടുക്കളയിൽ നിൽക്കുന്ന വീട്ടമ്മമാർ, അതെ അല്ലേ, തീർച്ചയായും അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഇത്തരത്തിൽ യൂട്യൂബിൽ വാർത്തകൾ കാണുന്നത്. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. കാരണം എല്ലാവരും തിരക്കുള്ളവരാണ്, രാവിലെ പോകാൻ ഉള്ള തിരക്ക്. അതിനിടയിൽ ഈ മൊബൈൽ ഫോണിലാണ് കൂടുതൽ ഇപ്പോഴത്തെ ന്യൂ ജെൻ മൊബൈലിലാണ് വാർത്തകൾ കാണുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് വന്നാലോ? അതെ അതെ, തീർച്ചയായും. നമ്മുടെ ദേശീയ അധ്യക്ഷൻ, BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആദ്യമായി കേരളത്തിൽ വരികയാണ്. അദ്ദേഹം ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നിതിൻ നബീൻ നാളെ കേരളത്തിൽ വരികയാണ്. 2 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം കേരളത്തിൽ നടത്തുക. കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ നിതിൻ നബീൻ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, നിതിൻ നബീൻ ദേശീയ അധ്യക്ഷനായ ശേഷം ആദ്യമായി കേരളത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം യുവമോർച്ചയുടെയൊക്കെ ദേശീയ ഭാരവാഹിയായിരുന്നു. അതുപോലെ തന്നെ ബീഹാറിൽ, അല്ലേ, ബീഹാർ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ദേശീയ തലത്തിലേക്ക് വരുന്ന യുവ നേതാവാണ്. BJP ഒരു തലമുറ മാറ്റമായിരുന്നു. അതെ അതെ, തലമുറ മാറ്റമാണ്. അങ്ങനെയുള്ള അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹം 2 ദിവസമാണ് കേരളത്തിലെ സന്ദർശനം. കൊച്ചിയിലാണ് സംസ്ഥാന നേതൃയോഗം ചേരുന്നു. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കേരളം. അതുമാത്രവുമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകൾ ഉള്ള സമയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കൊച്ചിയിൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം അത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട്. വലിയ ആത്മവിശ്വാസം BJPക്ക് നൽകുന്നുണ്ട്, പ്രവർത്തകർക്ക് ആവേശം നൽകുന്നുണ്ട്. ഇതിനിടെയാണ് നമ്മുടെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നാളെ കേരളത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്. ദ്വിദിന സന്ദർശനമാണ് എന്നുള്ളതാണ്. നിരവധി പരിപാടികൾ ഉണ്ട്. നാളെയും മറ്റന്നാളും അദ്ദേഹം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ചർച്ചയാകും, അല്ലേ? വരുന്ന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ ആ വാർത്തയുമായി ചേരുന്നത് അരുൺ കൊടുങ്ങൂരാണ് ചേരുന്നത്. അതിനൊപ്പം വളരെ പെട്ടെന്ന് ഒരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രേക്ഷകരെ പറ്റി പറഞ്ഞപ്പോൾ ഒരു പ്രേക്ഷകൻ, രഞ്ജിത്ത് കുമാർ എന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, നമസ്തേ, ഞാൻ കാണുകയല്ല കേൾക്കുകയാണ്, യൂട്യൂബിൽ ആണ് കേൾക്കുന്നത്. റബ്ബർ ടാപ്പിംഗ് ജോലിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ജോലിയാണ് റബ്ബർ ടാപ്പിംഗ്. അപ്പോൾ അതിൽ ആ റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്തുകൊണ്ട് ജനം TVയുടെ വാർത്ത കേൾക്കുകയാണ് അദ്ദേഹം. ഇങ്ങനെ എത്രയോ പ്രേക്ഷകരാണ് നമുക്കൊപ്പം ശക്തി പകരുന്നത്, അല്ലേ? കേൾക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നു. ജോലിക്കിടയിൽ നമ്മുടെ വാർത്ത കേൾക്കുകയാണ്. ടാപ്പിംഗ് ജോലിക്കിടെ, അല്ലേ? രാവിലെ ടാപ്പിങ്ങിന് രാവിലെ പോകണം. ഒരുപാട് നേരത്തെ എഴുന്നേറ്റല്ലേ ആ ജോലി. പിന്നെ ആ ടാപ്പിംഗ് കത്തിയുമായി ആ റബ്ബർ പാൽ, ആ മരം മുറിയാതെ കൃത്യമായി അതിൽ പാല് വരുന്ന തരത്തിൽ മാത്രമേ അത് ചീന്തിക്കളയാൻ പാടുള്ളൂ. ആ തടിക്ക് കേട് പറ്റാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രേക്ഷകർ, രഞ്ജിത്ത് കുമാറിനെ പോലുള്ള പ്രേക്ഷകരാണ് ജനങ്ങളുടെ ശക്തി, അല്ലേ? അങ്ങനെ റബ്ബർ ടാപ്പിംഗ് നടക്കട്ടെ. നമ്മുടെ വാർത്തയും നമുക്ക് തുടരാം. നമ്മുടെ അരുൺ കൊടുങ്ങൂർ തയ്യാറാണ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ സന്ദർശനം 2 ദിവസത്തെ സന്ദർശനമാണ്. എങ്ങനെയൊക്കെയാണ് പരിപാടികൾ, പറയൂ അരുൺ. തീർച്ചയായും ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമെന്ന് നമുക്ക് ഒറ്റവാക്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ. കാരണം ദേശീയ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം ഉള്ള അടുത്ത ആഴ്ചകളിൽ തന്നെ കേരളത്തിലേക്ക് എത്തുന്നു. BJP ദേശീയ നേതൃത്വം കേരളത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ഈ ഒറ്റ സന്ദർശനത്തോടെ തന്നെ വ്യക്തമാക്കാൻ കഴിയും. അതുതന്നെയാണ് പ്രധാനമായും നമുക്ക് എടുത്തു പറയുകയും ചെയ്യേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു BJP നടത്തിയ. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടായി. വലിയ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്ന BJPക്ക് ആരെയും തലയും മുറുക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വാർഡ് തലത്തിൽ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടു പോകുന്ന BJPക്ക് വലിയ കരുത്തും ആവേശവും ഊർജ്ജവും ഒക്കെ തന്നെ വരുന്ന ഒരു സന്ദർശനമാണ് ദേശീയ അധ്യക്ഷൻ്റെ എന്ന് പറയാതിരിക്കാൻ വയ്യ. 2 ദിവസത്തെ
സന്ദർശനമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയിലാണ് ആദ്യ ദിവസത്തെ പരിപാടികളൊക്കെയും നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യം 1 മണിയോടെയാണ് അദ്ദേഹം കൊച്ചി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തുന്നത്. അവിടെ എറണാകുളം ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹൃദ്യമായ ഒരു സ്വീകരണം ദേശീയ അധ്യക്ഷന് കേരളത്തിൽ ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നടക്കുക. ഇവിടെ തന്നെയാണ്, അത്താണിയിൽ തന്നെയാണ് ഈ യോഗം നടക്കുകയും ചെയ്യുന്നത്. എയർപോർട്ടിന് സമീപം തന്നെയാണ് ഈ യോഗം നടക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ആലപ്പുഴ, അതോടൊപ്പം തന്നെ ഈ എറണാകുളം ജില്ലകളിലെ ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഇതിനുശേഷം അദ്ദേഹം വീണ്ടും പാലാരിവട്ടത്തേക്ക് എത്തും. ഇവിടെ പാലാരിവട്ടത്ത് ജില്ലാ പ്രസിഡന്റുമാരടക്കമുള്ളവരുടെ യോഗമുണ്ട്. ആ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്ത ശേഷം 6 മണിയോടെ അദ്ദേഹം പ്രാന്ത കാര്യാലയത്തിലേക്ക് എത്തും. 1 മണിക്കൂറാണ് ഈ പ്രാന്ത കാര്യാലയത്തിൽ അദ്ദേഹം ചിലവഴിക്കുക. ഇതിനുശേഷം വീണ്ടും എയർപോർട്ടിലേക്ക് പോകും. അവിടെയാണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കിയിട്ട്, അവിടുത്തെ സമീപത്തുള്ള ഒരു ഹോട്ടലിലാണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുമായി രാത്രി വൈകിയും കൂടിക്കാഴ്ച നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്നത് ഈ കാലടി സന്ദർശനം തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ആദിശങ്കരൻ്റെ ജന്മദേശം സന്ദർശിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. അതിനുശേഷം BJPക്ക് ഒരു MPയെ സമ്മാനിച്ച തൃശ്ശൂരേക്ക് അദ്ദേഹം പോകും. അവിടെ ആദ്യമായി ചെയ്യുന്ന പരിപാടി എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു പരിപാടികളൊക്കെ തന്നെ അദ്ദേഹം പങ്കെടുക്കും. അതോടൊപ്പം തന്നെ BJPയുടെ വിവിധ പാർട്ടി മീറ്റിങ്ങുകൾ, ജില്ലാ ഘടകങ്ങളുടെ വിവിധ പാർട്ടി മീറ്റിങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം തന്നെയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനം തന്നെയായി ഇത് മാറുകയും ചെയ്യും. എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാകുകയും ചെയ്തു. സമ്മേളനങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്വീകരണങ്ങൾക്കുമുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ കൊച്ചിയിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. രാഹി. അതെ, നിതിൻ നബീൻ എത്തുന്നതോടുകൂടി സംസ്ഥാനത്തെ BJPയിൽ നേതൃയോഗം കൂടി പുതിയ ദേശീയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള അവലോകനം നടക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ ടാപ്പിംഗ് ജോലി എന്ന് പറഞ്ഞല്ലോ ഒരാളെ പറ്റി, വേറൊരാളും ഇത് കുറിച്ചിരിക്കുന്നു. ഇതിപ്പോൾ കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ കേൾക്കുന്നവരുമുണ്ട് കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഞാനും ടാപ്പിംഗ് ജോലിയാണ്, ഞാനും ജനം TV വാർത്ത കേൾക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. രവീന്ദ്രൻ എന്ന പ്രേക്ഷകനാണ്. ടാപ്പിംഗ് സമയത്ത് ജനം TV വാർത്ത കേൾക്കാറുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ വേറെ ഒരു പ്രേക്ഷക മൗറീഷ്യസിൽ നിന്നും ജ്യോതി എന്ന് പറയുന്ന പ്രേക്ഷക, ഞാൻ ജനം TV വാർത്ത രാവിലെ കേൾക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ജനം TV. അതെ, വേറെ ഒരാൾ ബുക്ക് സ്റ്റാളിലേക്ക് പോവുകയാണ്, അപ്പോൾ ന്യൂസ് കേൾക്കുകയാണ് ചെയ്യുന്നത്, ശശികുമാർ എന്ന പ്രേക്ഷകൻ പറയുന്നു. അപ്പോൾ കാണുന്നവർ മാത്രമല്ല, ഇതിപ്പോൾ റേഡിയോ പോലെയും ജനം TV ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വാർത്ത കേൾക്കുകയാണ് കൂടുതൽ ജോലി തിരക്കുള്ളവർ. അങ്ങനെ നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യമാണ്, അല്ലേ?